ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേശ്വരവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. അധ്യാത്മരാമായണം കിളിപ്പാട്ട് ബാലകാണ്ഡത്തിൽ ശിവൻ കഥ പറയുന്നു മുതലാണ് ഇന്ന് നോക്കാനുള്ളത്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ, നാരായണായ നമോ നാരായണായ നമ. ശിവൻ കഥ പറയുന്നു. പന്തികന്ധരമുഖ രാക്ഷസവീരന്മാരാൾ സന്തതം ഭാരേണ സന്തപ്തയാം ഭൂമിദേവി ഗോരൂപം പൂണ്ടു ദേവതാവസ ഗണത്തോടും സരസാസന ലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം. വേദനയെല്ലാം വിധാതാവിനോടറിയിച്ചാൾ. വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടിവ ചെന്നു. വേദനം ചെയ്യുക എന്നേ മറ്റൊരു കഴിവില്ല. സാരസോത്ഭവനേവം ചിന്തിച്ചു ദേവന്മാരോടാരൂതഖേദം നമ്മെ കൂട്ടിക്കൊണ്ടങ്ങുപോയി. ക്ഷീരസാഗര തീരം പ്രാപിച്ചു ദേവമുനിമാരോടുകൂടി സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ. ഭാവനയോടും കൂടി പുരുഷ സൂക്തം കൊണ്ടു ദേവനെ സേവിച്ചിരും നേടിനാൻ വഴി പോലെ. അന്നേരമൊരു 10,000 ആദിത്യന്മാർ ഒന്നിച്ചു കിഴക്കുതിച്ചുയരുന്നതുപോലെ പത്മസംഭവൻ തനിക്കൻപൊടു കാണായി വന്നു. പത്മലോചനായ പത്മനാഭനെ മോദാൽ മുക്തന്മാരായുള്ളൊരു സിദ്ധയോഗികളാലും ദുർദശമായ ഭഗവത് രൂപം മനോഹരം. ചന്ദ്രിക മന്ദസ്മിത സുന്ദരാനണപൂർണ ചന്ദ്രമണ്ഡലം ഹരവിന്ദലോചനം ദേവം. ഇന്ദ്രനീലാഭം പരമിന്ദിര മനോഹര മന്ദിരവക്ഷസ്ഥലം മധ്യമാനന്ദോദയം. വത്സലാഞ്ജന വത്സം പാദപങ്കജ ഭക്തവത്സലം സമസ്തലോകോത്സവം സൽസേവിതം. മേരുസന്നിഭ കിരീടോദ്യൽ കുണ്ടലമുക്താഹാരകേയൂരാംഗത കടക കടിസൂത്ര വലയാങ്കുലീയകാദ്യാഖില വിഭൂഷണ കലിത കളേബരം കമലാ മനോഹരം. കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ടു സരസേരുഹ ഭവൻ മധുരസ്ഫുടാക്ഷരം. സരസപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ. പരമാനന്ദമൂർത്തി ഭഗവൻ ജയ ജയ. മോക്ഷകാമികളായ സിദ്ധയോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാൺമതിന്നരുതാതൊരു പാദാംബുജം നിത്യവും നമോസ്തുതേ സകല ജഗൽപദേ. നിത്യനിർമ്മലമൂർത്തേ നിത്യവും നമോസ്തുതേ. സത്യജ്ഞാനാനന്ദാനന്ദാമൃതദ്വയമേകം നിത്യവും നമോസ്തുതേ. കരുണാജലനിധേ വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും വിശ്വനായക പോറ്റി നിത്യവും നമോസ്തുതേ. സ്വാധ്യായ തപോദാന യജ്ഞാദി കർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യമൊരു നാളും. മുക്തിയെ സിദ്ധിക്കണം എങ്കിലോ ഭവൽപാദഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാലാവതില്ല.
നിന്തിരുവടിയുടെ ശ്രീപാദാംബുജതൊന്തം അന്തികെ കാണായി വന്നേതെനിക്കോ ഭാഗ്യവശാൽ സത്വജിത്തന്മാരായ താപസശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്ത്യാ ബുദ്ധ്യ ധരിക്കപ്പെട്ടോരു നിൻ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം ചേതസി സദാകാലം ഭക്തവത്സല പോറ്റി സംസാരാമയ പരിതപ്തമാനസന്മാരാം പുംസാം തൊൽഭക്തിയൊഴിഞ്ഞില്ല ഭേഷജമേതും മരണമോർത്തു മമ മനസ്സി പരിതാപം കരുണാമൃതനിധേ പെരികെ വളരുന്നു മരണകാലേ തവ തരുണാരുണ സമചരണ സരസിജ സ്മരണമുണ്ടാവാനായി തരിക വരന്നാഥ കരുണാകര പോറ്റി ശരണം ദേവാരമാരമണാധരാപദേ പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ പരമാ പരമാത്മൻ പരബ്രഹ്മക്യ ജയ പരചിന്മയ പരാപര പദ്മാക്ഷ ജയ വരദ നാരായണ വൈകുണ്ഠ ജയ ജയ ചതുരാനന നിധി സ്തുതി ചെയ്തൊരു നേരം മധുരതരമതി വിശദസ്മിതപൂർവം അരുളി ചെയ്തു നാഥൻ എന്തിപ്പോൾ എല്ലാവരും ഒരുമിച്ചെന്നെ കാൺമാൻ ഇവിടേക്കുഴറ്റോടെ വരുവാൻ മൂലം അതു ചൊല്ലുകെന്നതു കേട്ടു സരസീരുഹഭവൻ ഇവണ്ണമുണർത്തിച്ചു നിന്തിരുവടി തിരുവുള്ളത്തിലേറാതെ കണ്ടെന്തൊരു വസ്തു ലോകത്തിങ്കലുള്ളതു പോറ്റി എങ്കിലും ഉണർത്തിക്കാം മൂന്നു ലോകത്തിങ്കലും സങ്കടം മുഴുത്തിരിക്കുന്നിതിക്കാലം നാഥ പൗലസ്ത്യതനയനാം രാവണൻ തന്നാലിപ്പോൾ ത്രൈലോക്യം നശിച്ചിതു മിക്കതും ജഗൽപതേ മദ്ദത്ത് വരബലതർപ്പിതനായിട്ടതീ നിർദ്ദയം മുടിക്കുന്നു വിശ്വത്തെയെല്ലാമയ്യോ ലോകപാലന്മാരെയും തച്ചാട്ടിക്കളഞ്ഞവൻ ഏകശാസനമാക്കി ചമച്ചു ലോകമെല്ലാം പാകശാസനനെയും സമരെ കെട്ടിക്കൊണ്ടു നാഗശാസനവും ചെയ്തിടിനാൻ ദശാനനൻ യാഗാദികർമ്മങ്ങളും മുടക്കി അത്രയല്ല യോഗീന്ദ്രന്മാരാ മുനിമാരെയും ഭക്ഷിക്കുന്നു ധർമ്മപത്നികളെയും പിടിച്ചു കൊണ്ടുപോയാൻ ധർമ്മവും മറഞ്ഞിതു മുടിഞ്ഞു മര്യാദയും മർത്യനാലൊഴിഞ്ഞവനില്ല മറ്റാരാലുമേ മൃത്യുവെന്നതും മുന്നേ കൽപ്പിതം ജഗൽപതേ നിന്തിരുവടി തന്നെ മർത്യനായി പിറന്നിനി ഭക്തിഗന്ധരൻ തന്നെ കൊല്ലണം ദയാനിതേ സന്തതം നമസ്കാരം അതിനു മധുരിവോ ചെന്തളിരടിയണ ചിന്തിക്കായി വരേണമേ പത്മസംഭവനിത്തം ഉണർത്തിച്ചതു നേരം പത്മലോചനൻ ചിരിച്ചരുളി ചെയ്താനേവം ചിത്തശുദ്ധിയോടെന്നെ സേവിച്ചു ചിരകാലം പുത്രലാഭാർത്ഥം പുരാ കശ്യപ പ്രജാപതി ദത്തമായതൂവരം സുപ്രസന്നേന മയാ തദ്വച സത്യം കർത്തും ഉദ്യോഗമദ്ദൈവമേ കശ്യപൻ ദശരഥ നാംന രാജനേന്ദ്രനായി കാശ്യപീതലേ തിഷ്ടത്യധുനാ വിദാതാവേ തസ്യ വല്ലഭയാകും അതിഥി കൗസല്യയും തസ്യാമാത്മജനായി വന്നു ഞാൻ ജനിച്ചിടും മത്സഹോദരന്മാരായി 3 പേരുണ്ടായി വരും ചിൽസ്വരൂപിണി മമ ശക്തിയാം വിശേശ്വരി യോഗമായ ദേവിയും ജനകാലയെ വന്നു ഏകസാത്മജകുല നാശകാരിണിയായി മേദിനി തന്നിൽ അയോനിജയായി ഉണ്ടായി വരും അതിഥേയന്മാർ കവിവീരരായി പിറക്കേണം മേദിനി ദേവിക്ക് അതിഭാരം കൊണ്ടുണ്ടായൊരു വേദന തീർപ്പനെന്നാൽ എന്നരുൾ ചെയ്തു നാഥൻ വേദനായകനെയും അയച്ചു മറഞ്ഞപ്പോൾ വേദാവും നമസ്കരിച്ചിടിനാൻ ഭക്തിയോടെ ആതിഥേയന്മാരെല്ലാം ആദി തീർന്നതു നേരം ആദിനായകൻ മറഞ്ഞിടിനോരാശ നോക്കി ഖേദവും അകന്നുള്ളിൽ പ്രീതി പൂണ്ടുടനുടൻ മേദിനി തന്നിൽ വീണു നമസ്കാരവും ചെയ്താർ മേദിനി ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം വേദാവും ദേവകളോടരുളി ചെയ്താനേവം ദാനവാരാധി കരുണാനിധി ലക്ഷ്മീപതി മാനവപ്രവരനായി വന്നവതരിച്ചിടും വാസരാധീശാന്വയെ സാദരം അയോധ്യയിൽ വാസവാദികളായ നിങ്ങളും ഒന്നു വേണം വാസുദേവനെ പരിചരിച്ചു കൊള്ളുവാനായി
ദാസഭാവേന ഭൂമി മണ്ഡലേ പിറക്കേണം. മാനിയാം ദശാനണഭൃത്യന്മാരാകും യാതുദാനവീരന്മാരോടു യുദ്ധം ചെയ്വതിന്നോരോ കാനനഗിരി ഗുഹാദ്വാര വൃക്ഷങ്ങൾ തോറും വാനരപ്രവരന്മാരായി ഹേതും വൈകിടാതെ സൂത്രാമാദികളോടു പത്മസംഭവൻ നിജഭദ്രുശാസനം അരുൾ ചെയ്തുടൻ കൃതാർത്ഥനായി സത്യലോകവും പുക്കു സത്വരം ദരിദ്രിയും മസ്തസന്താപമതിസ്വസ്ഥയായി മരുവിനാൾ തൽക്കാലെ ഹരിപ്രമുഖന്മാരാം വിബുധന്മാരൊക്കവേ ഹരിരൂപധാരികളായാരല്ലോ. മാനുഷഹരി സഹായാർത്ഥമായി തതസ്തോ മാനുഷഹരി സമ വേഗവിക്രമത്തോടെ പർവ്വത വൃക്ഷോബല യോധികളായി ഉന്നത പർവ്വത തുല്യ ശരീരന്മാരായ നാരദം ഈശ്വരം പ്രതീക്ഷമാണന്മാരായ പ്ലവകവൃന്ദേശ്വരന്മാരും ഭുവി സുഖിച്ചു വാണാരല്ലോ. പുത്രലാഭാലോചന. അമിത ഗുണവാനാം നൃപതി ദശരഥൻ അമലൻ അയോധ്യാധിപതി ധർമാത്മാവീരൻ അമരകുലവരതുല്യനാം സത്യപരാക്രമൻ അങ്കജസമൻ കരുണാരത്നാകരൻ കൗസല്യാദേവിയോടും ഭർതൃശുശ്രൂഷയ്ക്കേറ്റം കൗശല്യമേറിയിടും കൈകേയിയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യാകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലം അനവത്യത്വം കൊണ്ടു പരിതാപേന ഗുരു ചരണാംബുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടിനാൻ എന്തു നല്ലു നന്ദനന്മാരുണ്ടാവാൻ എന്നരുൾ ചെയ്തിടണം. പുത്രന്മാരില്ലായ്കയാൽ എനിക്കു രാജാതി സമ്പത്തു സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠതബോധനൻ വസിഷ്ഠൻ അതു കേട്ടു ചിരിച്ചു ദശരഥ നൃപനോടരുൾ ചെയ്തു നിനക്കു 4 പുത്രന്മാരുണ്ടായി വരും അതു നിനച്ചു ഖേദിക്കേണ്ട മനസ്സി നരപതേ വൈകാതെ വരുത്തേണം ഋഷ്യശൃംഖനെ ഇപ്പോൾ ചെയ്യുക നീ ഗുണനിധേ പുത്രകാമേഷ്ടികർമ്മം. അശ്വമേധവും പുത്രകാമേഷ്ടിയും. തന്നെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈബണ്ഡകൻ തന്നെയും വരുത്തിനാൻ ശാലയും പണി ചെയ്തു സരയൂ തീരത്തിങ്കൾ ഭൂലോകവതിയാകും നിശ്ചയിച്ചാനതുകാലം. അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകൻ അവതാരം ചെയ്വതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടികർമ്മം ഋഷ്യശൃംഖനാൽ ചെയ്യപ്പെട്ടൊരാഹൂതിയാലേ വിശ്വദേവതാഗണം തൃപ്തമായതു നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ഡത്തിൽ നിന്നു പൊങ്ങിനാൻ വന്യദേവൻ താവകം പുത്രീയമീ പായസം കൈക്കൊള്ളുക നീ ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും. ഭൂപതി പ്രവരനു കൊടുത്തു മറഞ്ഞിതു താപസാജ്ഞ പരിഗ്രഹിച്ചു നൃപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷനാം ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ കൗസല്യാദേവിക്കർത്ഥം കൊടുത്തു നൃപവരൻ ശൈഥില്യാത്മനാപാതി നൽകിനാൻ കൈകേയിക്കും. അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി ദാനും തന്നെ പാതി കൊടുത്തിടിനാൾ മടിയാതെ എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയിയും മന്നവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം തൽപ്രജകൾക്കു പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചിതു മൂവരും അതുകാലം. അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ ഗർഭരക്ഷാർത്ഥം ജപഹോമാദി കർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾക്കനുവാസരം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരും തോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും. തൽപ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞിതു സന്താപം ദിനം തോറും അല്പഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസ്സേറ്റം. സീമന്ത പുംസവനാദി ക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തിതു നരവരൻ
സീമന്തവും സവനാദി ക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തിതു നരവരൻ.